الشيطان الرجيم بسم الله الرحمن الرحيم ها أنتم هؤلاء جادلتم عنهم في الحياة الدنيا فمن يجادل الله عنهم يوم القيامة أم من يكون عليهم وكيلا ومن يعمل سوءا أو يظلم نفسه ثم يستغفر الله يجد الله غفورا رحيما ومن يكسب إثما فإنما يكسبه على نفسه ومن يكسب إثما فإنما يكسبه على نفسه وكان الله عليما حكيما ومن يكسب خطيئة أو إثما ثم يرم به بريئا فقد احتمل بهتانا وإثما مبينا ولولا فضل الله عليك ورحمته لهمت طائفة منهم أن يضلوك وما يضلون إلا أنفسهم وما يضرونك من شيء وأنزل الله عليك الكتاب والحكمة وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, സൂറ നിസായിലെ 109 ആയത്ത് മുതലാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ അവസാന ഭാഗം അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവുമൊക്കെയാണ് നമ്മൾ വിശദീകരിച്ചത്. ജനങ്ങളിൽ നിന്ന് എന്ത് കാര്യം നമ്മൾ മറച്ചു വച്ചാലും അള്ളാഹുവിൽ നിന്ന് ഒന്നും തന്നെ മറച്ചു വെക്കാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന ബോധത്തോടു കൂടിയും നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന വിശ്വാസത്തോടും കൂടിയാണ് ഓരോ വിശ്വാസിയും കഴിഞ്ഞുകൂടേണ്ടത് എന്ന്. അതേപോലെ തന്നെ വഞ്ചകരും ചതിയന്മാരുമായ ആളുകൾക്ക് അനുകൂലമായ ഒരു നിലപാട് ഒരിക്കലും വിശ്വാസികൾ എടുക്കാൻ പാടില്ല എന്നും കൃത്യമായി അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇനി നോക്കൂ, ഹാ അൻതും ഹാ ഉലാ, അല്ലയോ കൂട്ടരെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നാണ്. ജാദൽതും അൻഹും ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിൻ്റെ കാര്യത്തിലാണോ നിങ്ങൾ അവർക്ക് വേണ്ടി തർക്കിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷക്കാർക്ക് വേണ്ടി പക്ഷം പിടിച്ചുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് അനുകൂലമായി തർക്കിക്കുന്നത് ഭൗതികമായ ജീവിതത്തിൻ്റെ നേട്ടത്തിന് വേണ്ടിയാണ്. അങ്ങനെയാണോ നിങ്ങൾ തർക്കിക്കേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ജാദല എന്ന പദം പ്രയോഗിച്ച് തന്നെ ഇതിൻ്റെ നേരെ തൊട്ട് മുമ്പിലൊരു ആയത്ത് നമ്മൾ പഠിച്ചു. വലാ തുജാദിൽ അനില്ലദീന യഖ്താനൂന അൻഫുസഹും, നിങ്ങൾ തർക്കിക്കാൻ നിൽക്കരുത്. ആരുമായി? ആത്മവഞ്ചന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ തർക്കിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വന്തത്തെ തന്നെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പക്ഷം ചേർന്ന് അനുകൂലമായി ഒരിക്കലും ന്യായവാദങ്ങൾ നടത്തുകയോ തർക്കിക്കുകയോ ചെയ്യരുത്. അങ്ങനെ തർക്കിക്കുന്ന പക്ഷം
ജാദൽതും അൻഹും ഫിൽ ഹയാത്തി ദുനിയ, ഭൗതികമായ ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ നേട്ടത്തിന് വേണ്ടിയാണോ അല്ലയോ കൂട്ടരെ നിങ്ങൾ അവർക്ക് വേണ്ടി തർക്കിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന അള്ളാഹുവിൻ്റെ ചോദ്യമാണ് ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗം. ഹാ അൻതും ഹാ ഉല, നിങ്ങളൊരു കൂട്ടരാണോ? ജാദൽതും അൻഹും ഫിൽ ഹയാത്തി ദുനിയ. അള്ളാഹു പറയുന്നു, ഫമൻ യുജാദിലില്ലാഹ അൻഹും യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് തർക്കിക്കാൻ ആരുണ്ടാകും? നിങ്ങൾ ദുനിയാവിൽ അവരുടെ കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി അവർക്ക് തർക്കിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി അന്ത്യദിനത്തിൽ മരണാനന്തര ജീവിതത്തിൽ തർക്കിച്ച് നേടാൻ ആരുണ്ടാകുമെന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അമ്മൻ യകൂനു അലൈഹിം വക്കീല, അല്ലെങ്കിൽ അവരുടെ കാര്യം ഏറ്റെടുക്കുവാൻ ആരാണ് ഉണ്ടായിരിക്കുക? വക്കീൽ എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവൻ. അപ്പോൾ ഇത്തരം ആളുകളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പരലോകത്ത് ആരാണ് ഉണ്ടാവുക എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പോൾ ദുനിയാവ് മാത്രമല്ല ജീവിതം. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പലതും തർക്കിച്ച് നേടാനും അതേപോലെ തന്നെ ഭൂരിപക്ഷത്തിൻ്റെയും ശക്തിയുടെയും അടിസ്ഥാനത്തിൽ പലതും അനർഹമായത് കൈവരിക്കാനൊക്കെ കഴിഞ്ഞു എന്ന് വരും. പരലോകമെന്നത് യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. ആ ദിവസത്തിൻ്റെ സവിശേഷത എന്താണ്? യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ, ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ഒരു ലോകമാണെന്ത്? പരലോകം. അവനവന് കിട്ടുന്നത് അവനവൻ ചെയ്തത് മാത്രമേ ഉണ്ടാവുള്ളൂ. അവൻ്റെ ഈമാനിൻ്റെയും അമലിൻ്റെയും അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ അത് മാത്രമേ ഓരോരുത്തരെയും രക്ഷിക്കുകയുള്ളൂ. അവിടെ ശുപാർശകരായി ആരും ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമുക്ക് ദുനിയാവിൽ പലതും നമ്മൾ തർക്കിച്ച് മറ്റുള്ളവർക്ക് നേടിക്കൊടുത്തതുപോലെ അള്ളാഹുവിനോട് തർക്കിച്ചുകൊണ്ട് നമുക്ക് നേടിത്തരാൻ അവിടെ കഴിയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ, ഒരു വ്യക്തിക്ക് വേണ്ടിയും മറ്റൊരു വ്യക്തി യാതൊരു കാര്യത്തെയും ഉടമപ്പെടുത്താത്ത ദിവസമാണ്. അന്ന് എല്ലാ കാര്യങ്ങളും ആരുടെ കയ്യിലായിരിക്കും? അള്ളാഹുവിൻ്റെ കയ്യിലായിരിക്കും. ആ ബോധ്യമാണ് പരലോകത്തെക്കുറിച്ച് ഒന്നാമതായി നമുക്ക് ഉണ്ടാകേണ്ടത്. നമ്മുടെ കർമ്മങ്ങളുണ്ടാകും, അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്ത കർമ്മങ്ങൾ എന്ന് പറഞ്ഞാലും അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. നല്ല നിയ്യത്തോടു കൂടി, അതേപോലെ തന്നെ പരലോകത്ത് കൂലി കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി ചെയ്ത കാര്യങ്ങൾ മാത്രമേ. ഇവിടെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. അവർക്ക് പരലോകത്ത് കൂലി കിട്ടണം എന്നൊന്നും ആഗ്രഹമില്ലെങ്കിൽ അതിന് വല്ല നേട്ടം ഉണ്ടാകുമോ? മരിച്ചു വന്നാൽ ഇല്ല. എത്ര മനുഷ്യന്മാർ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മരണാനന്തര ജീവിതത്തിൽ അതിൻ്റെ പ്രതിഫലം കിട്ടണം. അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുകയാണ് ഇതുകൊണ്ടൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ വിചാരിച്ചാൽ തന്നെ എന്തേ ഉള്ളൂ, അതിന് കൂലി കിട്ടുള്ളൂ. അതാണ് നിയ്യത്തുണ്ടായാലേ അമല് അള്ളാഹു കബൂലാക്കുകയുള്ളൂ എന്ന് പറയുന്നത്. ഒരു അമല് കബൂലാക്കാനുള്ള നിബന്ധനകളിൽ ഒന്നാമത് പറയുന്നത് എന്താണ്? നമ്മുടെ നിയ്യത്ത്, നമ്മുടെ ലക്ഷ്യം, ഉദ്ദേശം അത് ശരിയാകണം എന്നതാണ്. അതില്ലെങ്കിൽ എന്തായി? അതും ബാത്തിലായി പോകും എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു അല്ലേ? ഒരു ദിവസം നിങ്ങളെ ചിലവെത്രയാ എന്ന് ചോദിച്ചാൽ, ഒരു ദിവസം നിങ്ങളെ കുടുംബത്തെ പോറ്റാൻ നിങ്ങൾക്ക് എത്ര വേണം എന്ന് ചോദിച്ചാൽ ആളുകൾ എത്ര പറയും? ഓരോരുത്തരുടെയും ചിലവിൻ്റെയും ജീവിത നിലവാരത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു മറുപടി പറയും. ഒരു 1000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ കഴിഞ്ഞുവിടാൻ പറ്റും നമുക്ക്? ഒരു ദിവസം ഒരു 1000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ പറ്റുമോ? ധാരാളം? ധാരാളം. ഒരു 500 ഉണ്ടെങ്കിൽ കഴിഞ്ഞുവിടാൻ പറ്റുമോ? അതെ, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു 500 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ പറ്റുമോ? ഇല്ല, 500 പോരാന്നാണ് പറയുന്നത്. പിന്നെ കുടുംബത്തിൻ്റെ ഒക്കെ എണ്ണത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ നോക്കൂ, നിങ്ങളങ്ങനെ
ഓരോ ദിവസവും നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ചെലവഴിക്കുന്നുണ്ട്. ഇത് ഓരോരുത്തരുടെയും സാഹചര്യം, സാമൂഹ്യ സാഹചര്യം, ജീവിത സാഹചര്യം, സാമ്പത്തിക സാഹചര്യം അതിനനുസരിച്ച് വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും. ഏതായാലും നമ്മൾ അധ്വാനിക്കും വേണം, ജീവിച്ചു കൊണ്ടിരിക്കുകയല്ലേ, ചെലവഴിക്കും വേണം. ഇവിടെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ചെലവഴിക്കുന്നതിനൊക്കെ നമുക്ക് കൂലി കിട്ടും. കൂലി കിട്ടും. ഒന്ന് നിങ്ങളെ വീട്ടിലേക്ക് 1 കിലോ മാംസം വാങ്ങിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ 1 കിലോ മീൻ ഇവിടെ നിന്ന് വാങ്ങിക്കൊടുക്കുന്നു, അതിന് നിങ്ങൾക്ക് കൂലി കിട്ടും അല്ലേ? കൂലി കിട്ടും. കിട്ടണം. കിട്ടണം. അത് കിട്ടും തന്നെ റസൂൽ പറഞ്ഞു. മൻ ഇദാ അൻഫഖ റജുലു അലാ അഹ്ലിഹി നഫഖതൻ യഹ്തസിബുഹാ ഫഹിയ ലഹു സദഖ എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വ്യക്തി തൻ്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെലവഴിക്കുകയാണെങ്കിൽ യഹ്തസിബുഹ, അവൻ്റെ ആ നഫഖത്ത് കൊണ്ട് അവൻ പ്രതിഫലം ആഗ്രഹിക്കുന്നു എങ്കിൽ ഫഹിയ ലഹു സദഖ, അതവന് സദഖയായി മാറും. പഠിച്ചോനെ ഇതുകൊണ്ടൊക്കെ പരലോകത്ത് എനിക്ക് എന്തെങ്കിലും തരണ റബ്ബേ എന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മനസ്സിലുണ്ടായാൽ അതെന്തായി? കൂലേ. ഇതിപ്പോൾ ഏതായാലും അങ്ങനെയല്ല നമ്മൾ വിചാരിക്കേണ്ടത്. അതാണ് മനസ്സിൻ്റെ ശുദ്ധി പഠിച്ചോൻ നോക്കുന്നു എന്ന് പറയുന്നത്. എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും എന്തിനു വേണ്ടിയായിരിക്കണം? പരലോകത്തിന് വേണ്ടിയായിരിക്കണം, സ്വർഗത്തിന് വേണ്ടി. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യമാണെങ്കിൽ ചെലവഴിക്കുന്ന കാര്യമല്ല, അത് നമ്മുടെ സമയം ചെലവഴിക്കുകയാണെങ്കിലും, നമ്മുടെ കായിക ശേഷി ചെലവഴിക്കുകയാണെങ്കിലും, സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിലും, നമ്മുടെ ബുദ്ധി അതൊക്കെ നമ്മൾ ചെലവഴിക്കുകയാണെങ്കിലും, അതുകൊണ്ട് റബ്ബേ നല്ലത് വരണം എന്ന വിചാരം നമുക്കുണ്ടെങ്കിൽ എന്തുണ്ടായി? പരലോകത്ത് നമുക്കതിന് പ്രതിഫലം. അപ്പോൾ ഈ ചിന്തയാണ്. പരലോകത്ത് അള്ളാഹുവിനോട് തർക്കിച്ച് നേടാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ നേടേണ്ടത് ദുനിയാവിലുള്ള ജീവിതത്തിൽ നിന്ന് തന്നെയാണ്. ആ ദുനിയാവിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, തുടർന്ന് പറയുന്നത് കർമ്മങ്ങളെക്കുറിച്ചാണ് അടുത്ത ആയത്തുകളിലൊക്കെ വരുന്നത്. ദുനിയാവിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മുടേതാകാൻ, പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്നതാകാൻ എന്ത് വേണം? പ്രധാനമായി എന്ത് വേണം? നിയ്യത്ത് ശരിയാണ്. രണ്ടാമത് അള്ളാഹു നിർദ്ദേശിച്ച പോലെയായിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടായിരിക്കരുത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചു കൊണ്ടായിരിക്കണം. മൂന്നാമതോ, ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അതിൽ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. എന്ത് ചെയ്യുകയാണെങ്കിലും നല്ല കാര്യമല്ലേ ചെയ്യുന്നത്, പരലോകത്ത് കൂലിട്ടും. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മാതൃകയൊന്നുമില്ല, പറ്റുമോ? ഇല്ല. അപ്പോൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമ്മുടെ പ്രവർത്തനങ്ങൾക്കുണ്ടോ എന്നുകൂടി എന്ത് ചെയ്യണം? നമ്മുടെ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തണം. നാലാമത്തേതാണെന്ത്? ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താലും ലക്ഷ്യം എന്തായിരിക്കണം? പരലോകത്ത് പ്രതിഫലമായിരിക്കണം. ദുനിയാവിന് വേണ്ടി നിങ്ങളിവിടെ തർക്കിച്ചാൽ പരലോകത്തിന് വേണ്ടി ആര് തർക്കിക്കും അള്ളാഹിൻ്റെ മുമ്പിൽ എന്ന ചോദ്യമാണ് ഈ ആയത്ത് അതിൻ്റെ ആദ്യ ഭാഗത്തിൽ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഒന്ന് ഓതി നോക്കൂ. ഹാ അൻതും ഹൗലാഇ ജാദൽതും അൻഹും ഫിൽ ഹയാത്തിദ് ദുനിയാ ഫമൻ യുജാദിലുല്ലാഹ അൻഹും യൗമൽ ഖിയാമ അമ്മൻ യകൂനു അലൈഹിം വകീലാ. അപ്പോൾ അവരുടെ കാര്യം ഏറ്റെടുക്കാൻ ആരെങ്കിലും അവിടെ ഉണ്ടാകുമോ? ആരാണ് അവിടെ ഉണ്ടായിരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. വക്കീൽ എന്ന് പറഞ്ഞാൽ ആരാണ്? കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവൻ. അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ആരെങ്കിലും അവിടെ ഉണ്ടാകുമോ? ഇല്ല, ആരും ഉണ്ടാവുകയില്ല. അന്ന് എല്ലാവരെയും കൈയൊഴിച്ച് പോകുന്ന ദിവസമാണെന്ന് ഖുർആനിൽ പറയുന്നുണ്ടല്ലേ. അന്ത്യദിനം സംഭവിക്കുമ്പോൾ തന്നെയല്ല മനുഷ്യൻ്റെ നിലപാടതാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബത്തിഹി വ ബനീഹി. മനുഷ്യന്മാർ പേടിച്ചു പോകും. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയത്ത് തന്നെ മനുഷ്യൻ്റെ അവസ്ഥ അതാണ്. യഫിറുൽ മർഉ, വിരണ്ടോടുന്നവൻ, അഖീഹി, തൻ്റെ സഹോദരനിൽ നിന്ന്, വ ഉമ്മിഹി, തൻ്റെ മാതാവിൽ നിന്ന്, വ അബീഹി, തൻ്റെ പിതാവിൽ നിന്ന്, വ സ്വാഹിബത്തിഹി,
തൻ്റെ സഹധർമ്മിണിയിൽ നിന്ന്, വബനീഹി തൻ്റെ സന്താനങ്ങളിൽ നിന്ന് അവരൊക്കെ കൈവിട്ട് പോകുന്ന ഒരു ദിവസമാണ്. പിന്നെന്താ അന്നുണ്ടാവുക? ലിക്കുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. ഓരോ മനുഷ്യനും അവനവൻ്റെ കാര്യത്തെപ്പറ്റി മാത്രം ചിന്തിക്കുന്ന ഒരു ദിവസമാണ് പരലോകം. അവനവൻ്റെ കാര്യങ്ങളൊന്നും, വേറെ കുടുംബവും ബന്ധുക്കളൊന്നും ആരും ഉണ്ടാവില്ല, തിരിഞ്ഞു നോക്കൂല എന്നാണ്. ഞാൻ എങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്ന ചിന്തയായിരിക്കും. നഫ്സി 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 നഫ്സിയ, എൻ്റെ മനസ്സ്, എൻ്റെ കാര്യം, എൻ്റെ പ്രശ്നം എന്ന ഒരു ചിന്തയിലൂടെ മനുഷ്യന് കഴിയുന്ന ഒരു ദിവസമാകുന്നു പരലോകം. അതൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളാരും രക്ഷിക്കാനില്ല, നമ്മളത്തെ മാത്രം തന്നെ പറ്റി ചിന്തിക്കുന്ന ദിവസം. അന്ന് നമ്മളെ രക്ഷിക്കുന്നത് ആരാണ്? ദുനിയാവിലെ നമ്മുടെ കർമ്മങ്ങൾ, അമലുകൾ മാത്രമാണ്. അത് വർദ്ധിപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത് എന്നാണ്. അപ്പോൾ നോക്കൂ, വമൻ യഅമൽ സൂഅൻ ഔ യളിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിരില്ലാഹ യജിദില്ലാഹ ഗഫൂറർ റഹീമ. ഇനി നമ്മളൊക്കെ മനുഷ്യരാണ്, പഠിച്ചവനറിയാം. നമ്മളെ സൃഷ്ടിച്ചതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ നമ്മുടെ കഴിവുകളും കഴിവുകേടുകളും, നമ്മുടെ ശക്തിയും അശക്തിയും, നമ്മുടെ ബലവും നമ്മുടെ ദൗർബല്യങ്ങളും ഒക്കെ അറിയുന്നവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഓരോരുത്തർക്ക് എത്ര ഉണ്ട് എന്നുള്ളത് പഠിച്ചവനറിയാം. അപ്പോൾ ഇനി മനുഷ്യ സഹജമായ വല്ല വീഴ്ചകളും തെറ്റുകളും നിങ്ങളിൽ സംഭവിക്കുകയാണെങ്കിൽ, നമ്മളിൽ തെറ്റ് സംഭവിക്കുന്നുണ്ടോ? തെറ്റ് സംഭവിക്കുന്നുണ്ടോ? അല്ലേ? ജീവിതത്തിൽ ചെറിയ തെറ്റുകൾ സംഭവിക്കുന്നു, വലിയ തെറ്റുകളും സംഭവിക്കുന്നവരുണ്ട്. എന്ത് തെറ്റുകൾ നിങ്ങളിൽ സംഭവിച്ചാലും, വമൻ യഅമൽ സൂഅൻ, വല്ലവനും ഒരു തിന്മ ചെയ്യുകയാണ് എങ്കിൽ, വമൻ യഅമൽ സൂഅൻ, ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യുക, അല്ലെങ്കിലോ ഔ യളിം നഫ്സഹു, അവൻ സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിക്കുക. തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിക്കുകയാണ്. തെറ്റ് രണ്ട് രീതിയിലുണ്ടാകും. ഒന്ന്, തൻ്റെ ബാധ്യതയായി നിർവഹിക്കേണ്ട കാര്യങ്ങൾ അവൻ നിർവഹിക്കാതിരിക്കുക. അതെന്താണ്? ഞാൻ എൻ്റെ ബാധ്യതയായി അള്ളാഹു ചുമതല ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാതിരിക്കുന്നത് എന്താണ്? അത് തെറ്റല്ലേ? എൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് ആരുടെ ബാധ്യതയാണ്? നാട്ടുകാരുടെ ബാധ്യതയാണ്. ആരുടെ ബാധ്യതയാണ്? എൻ്റെ ബാധ്യത. അത് ഞാൻ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ആരാണ് തെറ്റുകാരൻ? ഞാനാണ് തെറ്റുകാരൻ. അപ്പോൾ നാം ഒരു തെറ്റ് ചെയ്യുന്നത് നമ്മുടെ നിർബന്ധമായ ബാധ്യതാ നിർവഹണത്തിൽ നിന്ന് ഒഴിവായിക്കൊണ്ടാണ് എങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു തെറ്റ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഉപദ്രവം, ദ്രോഹം, അങ്ങനെയുള്ള തെറ്റുകളാണ് എങ്കിൽ അങ്ങനെ ഉണ്ടാകും. ഒരു തെറ്റ് ചെയ്താൽ എൻ്റെ പ്രശ്നത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതുണ്ടാകും, മറ്റുള്ളവരെ കൂടി ബാധിക്കുന്നതുണ്ടാകും. മറ്റുള്ളവരെ കൂടി ബാധിക്കുന്ന ഒരു തെറ്റ് പറയുന്നത്, നമ്മളധികം തെറ്റൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് പെട്ടെന്നെന്ത് അതിന് മറുപടി കിട്ടാത്ത ദീപത്ത് പറയുന്നു അല്ലേ? ഒരാളെ കുറിച്ച് പരദൂഷണം, മറ്റുള്ളവരെ കൊണ്ട് ദുഷിച്ച് പറയാം, അത് അയാളെ ബാധിക്കും അല്ലേ? അയാളുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. ഒരാളെ മർദ്ദിക്കുക, നേർക്ക് നേരെ ഒരാളെന്ത് ചെയ്യുക? മർദ്ദിക്കുന്നു. ഒരാളുടെ സ്വത്ത് അപഹരിച്ചെടുക്കുന്നു, വേറൊരാളെ ബാധിക്കുന്നില്ലേ? അതുതന്നെയാണ് മറ്റൊരാളെ കുറിച്ച് അപകീർത്തിപ്പെടുത്തുന്ന സംസാരങ്ങൾ നടത്തുക, വേറൊരാളെ ബാധിക്കുന്നതാണ്. ചിലപ്പോൾ കുടുംബത്തെ ഒന്നിച്ച് ബാധിക്കുന്നതുണ്ടാകും, ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്നതുണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തെറ്റുകൾ പല തരത്തിലും അങ്ങനെ വരും. അപ്പോൾ അത് എത്രമേൽ അത് സ്വാധീനം ചെലുത്തുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഗ്രേഡ് നമ്മൾ കണക്കാക്കുക. ആര് കണക്കാക്കുക? പഠിച്ചോൻ കണക്കാക്കുക. ഇവിടെ രണ്ട് രീതിയിലാണ് ഞാൻ പറയുന്നത്. നോക്കൂ, ഒന്ന്, വമൻ യഅമൽ സൂഅൻ, ആരെങ്കിലും വല്ല തെറ്റും ചെയ്യുകയാണ് എങ്കിൽ, ഔ യളിം നഫ്സഹു, അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ അവൻ അതിക്രമം പ്രവർത്തിക്കുകയാണ് എങ്കിൽ. അപ്പോൾ തെറ്റ് ചെയ്യുന്നത് മുഖേന അയാൾ സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിക്കുകയാണ്. കാരണം എന്താ? ഈ തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് ആരാ?
ഞാനൊരു തെറ്റ് ചെയ്താൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടതാരാ? ഞാൻ തന്നെയാണ്. അപ്പോൾ ശരിക്കും ഞാൻ ആരെയാ അതിക്രമം കാണിക്കുന്നത്? ആരോടാണ്? എന്നോടാണ്. അതുകൊണ്ടാണ് ഖുർആൻ പല സ്ഥലത്തും തെറ്റിനെ കുറിച്ച് ളുൽമുൻ നഫ്സ് എന്ന് പറയുന്നത്, സ്വന്തത്തോടുള്ള അതിക്രമം. അതുകൊണ്ടാണ് അതിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് അത് അള്ളാഹുവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാറിന് ഇരക്കുന്ന രീതി ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എല്ലായിടത്തും അങ്ങനെയാണ്. ആദ്യ പാപം മനുഷ്യരുടെ കൂട്ടത്തിൽ ചെയ്തതാരാ? ആദ്യ പാപം ആരാണ്? ആദം നബിന്. ആദ്യത്തെ തെറ്റ് ആരാ ചെയ്തത്? ആദ്യ പിതാവിനെയാണ് ആദ്യത്തെ തെറ്റ് ചെയ്തത്. എങ്ങനെ? അള്ളാഹുവിൻ്റെ കൽപ്പനയെ ലംഘിച്ചു. വലാ തഖ്റബാ ഹാദിഹി ഷജറ ഫതകൂന മിനൽ ളാലിമീൻ എന്നാണ്. ആ മരത്തോട് നിങ്ങൾ അടുക്കരുത്, നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകുന്ന പഠിച്ചവൻ പറഞ്ഞു. അള്ളാഹിൻ്റെ ആദ്യത്തെ കൽപ്പന തന്നെ എന്ത് ചെയ്തു? ഫവസ്വസ ലഹുമു ശൈത്താൻ. ശൈത്താൻ അവരിൽ എന്ത് ചെയ്തു? ദുർബോധനങ്ങൾ നടത്തി. അങ്ങനെ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ നിന്ന് കനി പറിച്ചെടുത്ത് ഭക്ഷിച്ചു. ആർക്കും കൊടുത്തു? അവിടുത്തെ പത്നിക്കും കൊടുത്തു, ഹവ്വ അലൈഹി സ്വലാമിനും കൊടുത്തു. എന്നിട്ട് ഈ തെറ്റിനെ കുറിച്ച് അള്ളാഹു അവരെ ഉണർത്തിയപ്പോൾ അള്ളാഹു തന്നെ അള്ളാഹുലേക്ക് അനുദപിച്ച് പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കാനുള്ള വാക്കുകളും പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു. റബ്ബനാ ളലംനാ അൻഫുസനാ. റബ്ബനാ ളലംനാ അൻഫുസനാ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. റബ്ബനാ ളലംനാ അൻഫുസനാ. അതാ ളുൽമുൻ നഫ്സ് എന്ന് പറയും. ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ. നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും റബ്ബേ. അതോടുകൂടി പഠിച്ചോൻ എന്ത് പറഞ്ഞു? ഈ ആദ്യ പാപം ചെയ്തത് നിമിത്തമാണ് സ്വർഗത്തിൽ കഴിഞ്ഞുകൂടി അവരെ അള്ളാഹു എങ്ങോട്ട് പറഞ്ഞയച്ചത്? ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത്. അങ്ങനെ ഇനി ഇവിടുന്ന് നിങ്ങൾ ജീവിച്ചിട്ട് എന്ത് വേണം? സ്വർഗം നേടണം. അതാണ് ശരിക്കും മനുഷ്യ ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഉണ്ടായ കാര്യം. അതാണ് ളുൽമുൻ നഫ്സ്. ഇങ്ങനെ മനുഷ്യ സഹജമായ പാപം എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. തെറ്റ് ചെയ്യുമ്പോൾ മനുഷ്യ സഹജമായ പാപം എന്ന് പറയാൻ കാരണം എന്താ? ആദി പിതാവ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? തെറ്റ് ചെയ്തു. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത പാപം എന്താ? അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നതിന് മുമ്പ് തന്നെ യൂനുസ് നബിയെ ഏതൊരു നാട്ടിലേക്കാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി നിയോഗിച്ചത്, അവിടെ പ്രബോധനം നടത്തി ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ബാധ്യതയാണ് ആർക്കുള്ളത്? പ്രവാചകൻ എന്ന നിലക്ക് യൂനുസ് അലൈഹി സ്വലാം. യൂനുസ് അലൈഹി സ്വലാം നാട്ടുകാരൊക്കെ ദീനിലേക്ക് വിളിച്ചു, അള്ളാഹുവിലേക്ക് വിളിച്ചു. അവരൊന്നും എന്ത് ചെയ്യുന്നില്ല? അനുസരിക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ട് യൂനുസ് അലൈഹി സ്വലാമിന് അധികം ക്ഷമ ഉണ്ടായില്ല. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, വേറെ എവിടെയെങ്കിലും പോയി ആർക്കെങ്കിലും ദഅവത്ത് നടത്തുകയാണ് നല്ലത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ശരിക്ക് നന്നാക്കേണ്ടത് ആദ്യം ഇവിടെ തന്നെയാണ്, നമ്മുടെ നാട്ടിൽ തന്നെയാണ്, നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയാണ്. നമ്മളിപ്പോൾ എവിടെയാണ് കഴിഞ്ഞുകൂടുന്നത്? അവിടെയാണ് നന്നാക്കേണ്ടത്. യൂനുസ് അലൈഹി സ്വലാം എന്ത് ചെയ്തു? വേറെ സ്ഥലത്തേക്ക് പോകാൻ നോക്കി. ഏതൊരു പ്രവാചകനും തൻ്റെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പോയത് അള്ളാഹിൻ്റെ പെർമിഷനോട് കൂടിയാണ്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണോ? ആണോ? അല്ല, അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ്. ഇനി മക്കത്ത് നിൽക്കണ്ട, നിങ്ങളെവിടെ പോകണം? മദീനത്തേക്ക് പോകണം. ഹിജ്റ പോകുന്നത് അങ്ങനെയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് വിട്ടു പോകുന്നത്, ഹിജ്റ പോകുന്നത് എല്ലാ പ്രവാചകന്മാരും. യൂനുസ് അലൈഹി സ്വലാം അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്ത്? അള്ളാഹിൻ്റെ പെർമിഷൻ കിട്ടുന്നതിൻ്റെ മുമ്പ് പോകും. അതാണ് തെറ്റ്. അങ്ങനെ യാത്ര വേളയിലാണ് ഇതൊക്കെ ഉണ്ടായത്. കപ്പലിലായിരുന്നു യാത്ര. കപ്പലിൽ കാറ്റും കോളും ഒക്കെ വന്നപ്പോൾ കപ്പിത്താൻ അന്നത്തെ യാത്രാ നിയമപ്രകാരം പറഞ്ഞു, ഇതിലെ ആൾക്കാരുടെ എണ്ണം കുറക്കണം, അല്ലെങ്കിൽ ആൾക്കാർ മുഴുവൻ എന്ത് ചെയ്യും? മരിച്ചു പോകും. ഒരാളുടെ എണ്ണം എന്തായാലും ഇതിൽ നിന്ന് കുറക്കണം. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നറുക്കിട്ടാണ് എന്ത് ചെയ്യുക?
ആളെ തീരുമാനിക്കുക. നറുക്ക് ആദ്യം ആർക്ക് കിട്ടുന്നു? യൂനുസ് അലൈഹി ഇസ്ലാമിന് കിട്ടുന്നു. അപ്പോൾ കപ്പ അതൊന്ന് അംഗീകരിച്ചാൽ മതി. പക്ഷേ യാത്രക്കാരൊക്കെ പറഞ്ഞു, ഈ പ്രായം ചെന്ന സാത്വികനായ നല്ല മനുഷ്യനെ നമ്മളിൽ നിന്ന് കടലിലേക്ക് എറിയണ്ട, ഒന്നുകൂടി ഇട്ട് നോക്കുകയാണ്. രണ്ടാമതും കിട്ടിയ ആൾക്ക് യൂനുസ് അലൈഹി ഇസ്ലാമിന് ഒരു ചാൻസും കൂടി കൊടുക്കാമെന്ന് പറഞ്ഞു. മറ്റേ ശരിക്കും കൊടുക്കുമോ ആരെങ്കിലും? നമ്മളാണെങ്കിൽ സമ്മതിക്കും. അത് നമുക്ക് കിട്ടിയാലോ നമ്മൾ ചാടേണ്ടി വരില്ലേ? അപ്പോൾ വേറെ ആർക്കും ആകാം. എന്നിട്ടും എന്ത് ചെയ്തു? അവരതിന് സമ്മതിച്ചു. മൂന്നാമതും ആർക്ക് തന്നെ കിട്ടി? യൂനുസ് അലൈഹി ഇസ്ലാമിന്. പിന്നെ അത് നടപ്പിലാക്കേണ്ടി വന്നു. കടലിലേക്ക് പറിച്ചെറിഞ്ഞു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഒരു വലിയ മത്സ്യം ആരെ വിഴുങ്ങി? യൂനുസ് അലൈഹി ഇസ്ലാമിനെ വിഴുങ്ങി. ആ സന്ദർഭത്തിൽ യൂനുസ് അലൈഹി ഇസ്ലാം അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ല അൻത, അല്ലാഹുവേ നീ അല്ലാതെ ആരാധ്യനില്ല, സുബ്ഹാനക് നീ പരമപരിശുദ്ധനാകുന്നു, ഇന്നി കുന്തു മിനൽ വാലിമീൻ. നോക്ക് നിങ്ങൾ, വാലിം ദുൽമുൻ നഫ്സാണ്. ഇന്നി കുന്തു മിനൽ വാലിമീൻ, ഞാൻ അക്രമകാരികൾ പെട്ടുപോയിട്ടുണ്ട് റബ്ബേ, എന്നെ നീ രക്ഷപ്പെടുത്തണം എന്ന ഈ പ്രാർത്ഥന പഠിച്ചവൻ കേൾക്കുകയാണ്. അപ്പോൾ മത്സ്യത്തിൻ്റെ വയറ്റിലാണ് അല്ലേ? വനാദാഫിൽ ദുലുമാത്ത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇരുട്ടുകൾക്കിടയിൽ നിന്ന് ആരെ വിളിച്ചു? യൂനുസ് അള്ളാഹുവിനെ വിളിച്ചു. എന്തൊക്കെയാണ് ദുലുമാത്താണ്? മത്സ്യത്തിൻ്റെ വയറ്റിൽ ഇരുട്ടാണ്, കടലിലാണ്, കടലിൻ്റെ ആഴത്തിലാണുള്ളത്, അവിടെ നല്ല ഇരുട്ടാണ്, രാത്രിയാണ്, രാത്രിക്കും എന്താണ്? ഇരുട്ടാണ്. ഈ ഇരുട്ടുകൾക്കിടയിൽ നിന്നെല്ലാം ഏകനായ അള്ളാഹുൽ തവക്കുൽ ചെയ്തുകൊണ്ട് പ്രതീക്ഷയോടുകൂടിയുള്ള നിഷ്കളങ്കമായ, അത് അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിനെ, ഏകത്വത്തെ വാഴ്ത്തിക്കൊണ്ടാണ് തുടങ്ങുന്നത്. ലാ ഇലാഹ ഇല്ല അൻത, അവനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടാണ് ആ പ്രാർത്ഥന. സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ പ്രാർത്ഥനയാണ് ആര് കേൾക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നു. മനുഷ്യൻ നേരെ കരയിലേക്ക് അടുക്കുന്നു. യൂനുസ് അലൈഹി ഇസ്ലാമിനെ കരയിലേക്ക് പുറത്തു വിടുന്നു. പ്രാർത്ഥന കൊണ്ട് ആർക്ക് രക്ഷ ഉണ്ടായി? യൂനുസ് അലൈഹി ഇസ്ലാമിന് രക്ഷയുണ്ടായി. അപ്പോൾ ഈ ഒരു ബോധമാണ് ശരിക്കും. അങ്ങനെ ആരെങ്കിലും തെറ്റ് ചെയ്യുകയാണ് കൊല്ലം. അപ്പോൾ ഇങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ തുടങ്ങിയതാണ്. അത് നമ്മൾ ഇവിടുന്ന് ഞാൻ ഇത് പറഞ്ഞു വന്നത് മനുഷ്യ സഹജമായ തെറ്റ് എന്ന് പറയണില്ലേ, അതാണ്. അങ്ങനെയുള്ള തെറ്റുകൾ നമ്മളിൽ വരികയാണെങ്കിൽ സുമ്മ യസ്തഗ്ഫിരില്ലാഹ്, പിന്നെ അവൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ, പാപമോചനം തേടുകയാണെങ്കിൽ, യജിദില്ലാഹ, ആ പൊറുക്കലിനെ തേടുന്ന വ്യക്തിക്ക് അള്ളാഹുവിനെ കാണാം. എങ്ങനെ? ഗഫൂറർ റഹീമ, പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമായി. അപ്പം അള്ളാഹ് മനുഷ്യരായ നമ്മിൽ നിന്ന് എന്ത് തെറ്റുകൾ ചെയ്യുകയാണെങ്കിലും അത് അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പൊറുക്കലിനെ തേടിയാൽ പുറത്തു തരുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കരുണ ചൊരിഞ്ഞു തരുന്നവനാണ് എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച്, അവൻ നമുക്ക് നൽകുന്ന പാപവിമുക്തിയെക്കുറിച്ച് ഖുർആൻ പലയിടങ്ങളിലായി പറയുന്നുണ്ട്. റസൂൽ ആണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യരുത്? ഞാൻ കുടുങ്ങിപ്പോയി എന്ന് കരുതി അള്ളാഹിനോടാണ് പറയേണ്ടത്. ആരോടാ പറയേണ്ടത്? ഇപ്പം മനുഷ്യന്മാരെന്താ ചെയ്യുന്നതെന്നോ, അത് വളഞ്ഞ വഴി കൂടിയേ പോകണം. ഞാനിപ്പോൾ ഏതായാലും തെറ്റ് ചെയ്തു, ഒന്നുമല്ല, കുറേ തെറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ മാത്രം പോകുന്ന ഒരാളൊന്നുമല്ല. അതുകൊണ്ട് ഇവിടെ കുറേ മരിച്ചുപോയ ഔലിയാക്കളുണ്ട്, അതേപോലെ തന്നെ പുണ്യപുരുഷന്മാരുണ്ട്. ഓരോടൊന്ന് പറഞ്ഞു നോക്കുക, ഞങ്ങളെ കാര്യങ്ങളൊന്നും പഠിച്ചവനോട് പറയണേ. ആ പരിപാടി ഇസ്ലാം ദീനിലില്ല. ഡയറക്റ്റായിട്ട് അള്ളാഹിൻ്റെ അടുത്തേക്കാണ് നമ്മളെല്ലാ സംഗതികളും ചെല്ലേണ്ടത്. അവർ പുണ്യവാന്മാരായ ആളുകളാണെന്ന് ആയിത്തീർന്നത് എങ്ങനെയാണ്? അവർ അള്ളാഹിനെ മാത്രം വിളിച്ച് തേടിയത് കൊണ്ടാണ്, അവരുടെ ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചത് കൊണ്ടാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. യജിദില്ലാഹ ഗഫൂറർ റഹീം. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്. തെറ്റുകൾ ചെയ്ത് തെറ്റുകളുടെ കൂമ്പാരങ്ങളുടെ മേൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യന്മാരെ, തെറ്റുകളിൽ അസ്റഫു അലാ അൻഫുസിഹിം,
അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാകേണ്ടതാ ഖുർആൻ പറയും. ലാ തഖ്നതു മിൻ റഹ്മത്തില്ല ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. ജമീഅ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ പാപങ്ങളും പഠിച്ചോ നിങ്ങൾക്ക് പുറത്തു തരും. അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അവൻ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാമയനുമാകുന്നു. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേര് തന്നെയാണ് ഗഫൂർ. അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്നുള്ളത്. ആയത്തൊന്ന് ഓതി നോക്കൂ. അപ്പോൾ ഇത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരായത്തും കൂടിയാണ് അല്ലേ? മനുഷ്യരായ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരായത്താണ്. وَمَنْ يَعْمَلْ سُوءًا أَوْ يَظْلِمْ نَفْسَهُ ثُمَّ يَسْتَغْفِرِ اللَّهَ يَجِدِ اللَّهَ غَفُورًا رَحِيمًا. ഇനി وَمَنْ يَكْسِبْ إِثْمًا فَإِنَّمَا يَكْسِبُهُ عَلَى نَفْسِهِ. ആരെങ്കിലും വമൻ യക്സിബ് വല്ലവനും സമ്പാദിച്ചാൽ, കസബ യക്സിബു എന്ന് പറഞ്ഞാൽ എന്താ? സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ സമ്പത്ത് സമ്പാദിക്കുന്ന പോലെയല്ല. വല്ലവനും ഒരു പാപം, ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താ? പാപം സമ്പാദിക്കുക തന്നെയാണ്. പാപം ചെയ്യുന്നത് മുഖേന എന്താണ്? എൻ്റെ അക്കൗണ്ടിലേക്ക് പാപം വരികയാണ്. ഒരാൾ പുണ്യം ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. വമൻ യക്സിബ് ഇസ്മൻ, വല്ലവനും ഒരു പാപം സമ്പാദിക്കുന്ന പക്ഷം, ഫഇന്നമാ യക്സിബുഹു അലാ നഫ്സിഹി, അവൻ്റെ തന്നെ ദോഷത്തിനായിട്ടാണ് അവനത് സമ്പാദിക്കുന്നത് എന്ന്. അലാ നഫ്സിഹി, തനിക്കെതിരിലായിട്ടാണ്, തൻ്റെ തന്നെ ദോഷത്തിന് ആണ് അവൻ ആ പാപം സമ്പാദിക്കുന്നത്. തെറ്റ് ചെയ്താൽ തനിക്കെതിരാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദുൽമുൻ നഫ്സ്. അതൊന്നുകൂടി ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. വകാനല്ലാഹു അലീമൻ ഹകീമ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്, അതേപോലെ തന്നെ അവൻ യുക്തിമാനുമാകുന്നു എന്നാണ്. ഇനി വീണ്ടും വമൻ യക്സിബ് ഖതീഅതൻ ഔ ഇസ്മൻ സുമ്മ യർമി ബിഹി ബരീഅൻ ഫഖദ് ഇഹ്തമല ബുഹ്താനൻ വ ഇസ്മൻ മുബീന. വമൻ യക്സിബ് ഖതീഅ, ആരെങ്കിലും വല്ല തെറ്റ് ചെയ്യുകയാണ് എങ്കിൽ, ഔ ഇസ്മൻ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പാപം ചെയ്യുകയാണ് എങ്കിൽ, എന്നിട്ടോ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത് പിന്നെ ഒരു പാപം ചെയ്ത് പിന്നെന്ത് ചെയ്യുന്നു? സുമ്മ യർമി ബിഹി ബരീഅ, എന്നിട്ട് ബരീആയ നിരപരാധിയായ ഒരാളുടെ പേരിൽ ആ തെറ്റ് ആരോപിക്കുകയാണ് എങ്കിൽ, തെറ്റ് നമ്മൾ ചെയ്യുക, ആ തെറ്റ് ചെയ്ത് ആരാണെന്ന് വേറൊരാളുടെ പേരിൽ ആരോപിക്കുകയാണെങ്കിൽ, അങ്ങനെ സംഭവമുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു അല്ലേ? ഒരാൾ മോഷ്ടിച്ചു, എന്നിട്ടെന്ത്? ആര് മോഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്? ജൂതനായ ഒരു സഹോദരൻ്റെ പേരിൽ ആ മോഷണക്കുറ്റം ആരോപിച്ചു. നമ്മൾ അതിൻ്റെയുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു നിരപരാധിയുടെ പേരിൽ താൻ ചെയ്ത കുറ്റം ആരോപിക്കുകയാണെങ്കിൽ ഫഖദ് ഇഹ്തമല ബുഹ്താനൻ വ ഇസ്മൻ മുബീന, അവൻ ഇസ്മും മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ പാപമാകുന്നു. ബുഹ്താൻ എന്ന് പറഞ്ഞാലോ അവൻ്റെ പേരിലുള്ള കള്ളമായ ആരോപണമാകുന്നു. ബുഹ്താൻ എന്ന് പറഞ്ഞാൽ കള്ള ആരോപണം, ബുഹ്താൻ. അപ്പോൾ അവൻ ഒരു കള്ള ആരോപണമാണ് നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇസ്മും മുബീൻ, വ്യക്തമായ പ്രത്യക്ഷമായ ഒരു പാപവുമാണ് അവൻ പേറിക്കൊണ്ടിരിക്കുന്നത്. ഇഹ്തമല എന്ന് പറഞ്ഞാൽ എന്താ? അവൻ ചുമക്കുന്നത്, അവൻ പാപം പേറുകയാണ് ചെയ്യുന്നത്. അത് ഏറ്റവും വലിയ കുറ്റകരമായ കാര്യമായി കൊണ്ടാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നത്. തെറ്റ് ചെയ്യുക മാത്രമല്ല, നിരപരാധി കൂടി എന്ത് ചെയ്യുന്നു? അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവൻ തെറ്റ് ചെയ്തതോ തെറ്റ് അതിൻ്റേതുകൊണ്ട് പിന്നെ ഡബിളായിട്ട് വരികയാണ്. നിരപരാധിയായ ഒരാളെ അയാൾക്ക് അയാൾക്ക് മാനസികമായ പ്രയാസം ഉണ്ടാകുന്നതിന് ജനങ്ങൾക്കിടയിൽ അവൻ കുറ്റക്കാരനായി തീരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് മുഖേന വരുന്നു. ആയത്തൊന്ന് ഓതി നോക്കൂ.
ومن يكسب إثما فإنما يكسبه على نفسه وكان الله عليما حكيما ومن يكسب خطيئة أو إثما ثم يرم به بريئا فقد احتمل بهتانا وإثما مبينا. ഇനി നിങ്ങൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടുന്ന സന്ദർഭത്തിൽ അള്ളാഹു നിങ്ങൾക്ക് എപ്പോഴും അവൻ്റെ കാരുണ്യത്തെയും അവൻ്റെ റഹ്മത്തിനെയും ചൊരിഞ്ഞു തരുന്നവനാണ്. വലൗലാ ഫളിലുല്ലാഹി അലൈക വറഹ്മത്തുഹു ലഹമ്മത് ത്വായിഫത്തും മിൻഹും അൻ യുളില്ലൂക വമാ യുളില്ലൂന ഇല്ലാ അൻഫുസഹും വമാ യളുറൂനക മിൻ ഷൈ വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളിലുല്ലാഹി അലൈക അദീമാ. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്കുകളാണിത്. വലൗലാ ഫളുലുല്ലാഹി അലൈക്, പ്രവാചകരെ താങ്കളുടെ മേൽ അള്ളാഹുവിൻ്റെ ഫളില്, അവൻ്റെ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ ഫളിലും അതേപോലെ തന്നെ വറഹ്മത്തുഹു, അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ലഹമ്മത് ത്വായിഫത്തും മിൻഹും, ആ ശത്രുക്കളിൽ നിന്നുമുള്ള ഒരു വിഭാഗം അവർ അൻ യുളില്ലൂക, താങ്കൾക്കെതിരിൽ താങ്കളെ വഴിപിഴപ്പിക്കുവാൻ അവർ ശ്രമിക്കുമായിരുന്നു എന്ന്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കെതിരിൽ അവർ കാണിച്ചിരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്ത് വിശദീകരിക്കുന്നത്. ത്വായിഫത്തും മിൻഹും എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് എല്ലാവരും അല്ല, അവരിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പ്രവാചകരെ താങ്കളെ പിഴപ്പിച്ചു കളയുവാൻ വേണ്ടി ഒരുമ്പെടുമായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം തന്നെ പ്രവാചകനെ വഴിതെറ്റിപ്പിക്കുന്നതിൽ നിന്നൊക്കെ അള്ളാഹു എന്തു ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തുരക്ഷിച്ചു എന്നതാണ്. വലൗലാ ഫളലുല്ലാഹി അലൈക വറഹ്മത്തുഹു ലഹമ്മത് ത്വായിഫത്തും മിൻഹും അൻ യുളില്ലൂക. എന്നാൽ ഇങ്ങനെയൊക്കെ അവർ ചെയ്യുമ്പോഴും വാസ്തവത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? വമാ യുളില്ലൂന ഇല്ലാ അൻഫുസഹും, അവർ അവരെ തന്നെയാണ് പിഴപ്പിക്കുന്നത്. അവരെ തന്നെയാണ് അവർ പിഴപ്പിക്കുന്നത്. റസൂൽ വഴികേടിലാകുമോ? ഇല്ല. അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങളെ കൊണ്ടും വമാ യളുറൂനക മിൻ ശൈഇ, നിനക്ക് അവർ ഒരു ഉപദ്രവം തന്നെ ഏൽപ്പിക്കുകയില്ല. ആ മനുഷ്യരിൽ നിന്നുള്ള ഒരാൾക്കും ആരെ ഉപദ്രവിക്കാൻ കഴിയില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാൻ കഴിയില്ല. അപ്പോൾ വമാ യളുറൂനക മിൻ ശൈഇ എന്ന് പറയുമ്പോൾ റസൂലിനെ ദേഹോപദ്രവമൊക്കെ അവർ വരുത്തിയിട്ടുണ്ട്. മക്കാ ജീവിത കാലഘട്ടത്തിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഉപദ്രവിച്ചിട്ടുണ്ട്. റസൂൽ സുജൂദിൽ കിടക്കുമ്പോൾ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാലയൊക്കെ കൊണ്ടുപോയി കഴുത്തിലിട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെയുള്ള ഉപദ്രവങ്ങൾ വരുത്തിയിട്ടുണ്ട്. മദീനയിലായിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഉഹദ് യുദ്ധത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്ക് പറ്റിയിട്ടില്ലേ? ശാരീരികമായ ഉപദ്രവം ശത്രുക്കൾ ഏൽപ്പിച്ചിട്ടില്ലേ? ഉണ്ട്. പ്രവാചകൻ്റെ പല്ല് വരെ പൊട്ടിപ്പോയിട്ടുണ്ട്. പ്രവാചകൻ്റെ ശരീരത്തിൽ മുറിവേറ്റിട്ടുണ്ട്. പ്രവാചകൻ അങ്ങനെ അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. ശാരീരികമായ ഉപദ്രവം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ത് ഉപദ്രവം ഏൽപ്പിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായി നിഷ്കാസനം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ഉപദ്രവവും ആർക്ക് വരുത്താൻ കഴിയില്ല? ആർക്കും തന്നെ വരുത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ താൽക്കാലികമായ, അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ടും ഒരു മനുഷ്യന് അനുഭവിക്കുന്ന വേദനകളും മുറിവുകളും പ്രയാസങ്ങളും ഒക്കെ ആർക്കും അനുഭവിക്കും? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുഭവിക്കും എന്നുകൂടി നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ആ ജാതി സംഭവങ്ങളൊക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അത് ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് മനസ്സിൻ്റെ വേദനകൾ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സന്ദർഭം പിതാവുണ്ടോ? ഇല്ല. ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആര് മരിച്ചിട്ടുണ്ട്?
റസൂലിൻ്റെ പിതാവ് മരിച്ചിട്ടുണ്ട്. അപ്പോൾ യതീമായിക്കൊണ്ടാണ് ജനനം. പ്രവാചക തിരുമേനി ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ബാപ്പാ എന്ന് വിളിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ബാപ്പ എന്ന് വിളിക്കാൻ ആർക്ക് ബാപ്പയില്ല, റസൂലിന് ബാപ്പയില്ല. ഉമ്മ എത്രാമത്തെ വയസ്സിൽ മരിച്ചു? നോക്കുന്നു, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഉമ്മ മരിച്ചു പോവുകയാണ്. അപ്പോൾ പരിപൂർണമായ അനാഥത്വം. അപ്പോൾ അനാഥത്വത്തിൻ്റെ വ്യഥകൾ, അതിൻ്റെ ദുഃഖങ്ങൾ ചെറുപ്പത്തിലേ അനുഭവിച്ച് വളർന്ന ആളാണ് ആര്? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളിലും അതുതന്നെയാണ്. 40 വയസ്സ് വരെ, 40ാമത്തെ വയസ്സിൽ ഏറ്റവും കൂടുതൽ പിന്നെ തുടങ്ങുകയാണ്. നുബുവത്ത് കിട്ടിയതിന് ശേഷമാണ് ശത്രുത കൂടുതൽ ഉണ്ടാകുന്നത്. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം ആരെ സംരക്ഷിച്ചു കൊണ്ടുവന്നു? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു കൊണ്ടുവന്നു. തൻ്റെ നാട്ടുകാരുടെയും നാടിൻ്റെയും ഒരു തിന്മയിലും ആര് പങ്കാളിയായിട്ടില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലും പങ്കാളി ആയിട്ടില്ല. അന്ന് മദ്യവും അതേപോലെ തന്നെ ചൂതാട്ടവും വ്യഭിചാരവും അവിടെ ഉണ്ടായിരുന്ന എല്ലാ അധാർമികതകളും ഏറ്റവും കൂടുതൽ നിലനിന്നിരുന്നൊരു കാലത്തേക്ക്, ആ ഇരുട്ടിലേക്കാണ് വെളിച്ചമായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്ദർഭത്തിലൊക്കെ പ്രവാചകന് സംരക്ഷണം നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആത്മീയ തലത്തിലുള്ള സംരക്ഷണവും നൽകിയിട്ടുണ്ട്. ഓ മാ യളുറൂനക മിൻ ഷൈ, നിനക്ക് അവർ ഒരിക്കലും ഒരു ഉപദ്രവവും വരുത്തുന്നതല്ല. കാരണം അള്ളാഹുവിൻ്റെ ഇസ്മത്ത് നമ്മൾ പറയുന്നില്ല. ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സുരക്ഷിതത്വം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമാണ്, ഒരിക്കലും പാപം ചെയ്യുക. ചെറുപ്പത്തിൽ തന്നെ എന്തോ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോൾ അതിൽ പങ്കെടുക്കാനാകാതെ റസൂൽ വഴിയിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ഉറങ്ങിപ്പോവുകയാണ്. അതിൽ പങ്കെടുക്കേണ്ട, റസൂൽ പങ്കെടുക്കേണ്ട പരിപാടി ഉള്ളത്. ആ പ്രോഗ്രാം അങ്ങോട്ട് റസൂലിന് പ്രവേശനം ഇല്ലാത്തതാണ്. അങ്ങനെ നാട്ടുകാരുടെ കൂടെ അങ്ങനെ പോയപ്പോൾ വഴിയിൽ വെച്ച് ഉറങ്ങിപ്പോയി, അതിൽ പങ്കെടുക്കാതിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല. കാരണം ആരിലാണ് ഈ നുബുവത്ത് കൊടുക്കേണ്ടത് എന്ന് തിരഞ്ഞെടുക്കുന്ന ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ നബി ആരാണ് എന്ന് തീരുമാനിച്ച് ആ നബിയുടെ വ്യക്തിത്വത്തെ ആ രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കുന്നത് അല്ലാഹുവാണ്. അങ്ങനെയുള്ളൊരു ഇസ്മത്ത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നു. വേറെ ഒരു നിലക്കും ഇപ്പോൾ നേരിട്ട് വധിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. നേരിട്ട് വധിക്കാനാണ് ഹിജ്റ വേളയിൽ, അല്ലേ? ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ വീട് വളഞ്ഞു. നബിയെ കൊന്നാൽ ഇത്ര ഒട്ടകങ്ങൾ തരാമെന്നാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ അവർക്കറിയാം, അറബികൾ ആരെങ്കിലും ഒരാൾ കൊല്ലുകയാണെങ്കിൽ അവരുടെ ഗോത്രപരമായ ആ ബന്ധം കൊണ്ട് അവരെന്ത് ചെയ്തിരുന്നു? അവിടെ ഉണ്ടായിരുന്ന 11 പ്രമുഖമായ ഗോത്രത്തിലെ 11 ധീരരായ യോദ്ധാക്കളായ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചിട്ടാണ് റസൂലിൻ്റെ വീടിനെ വളഞ്ഞത്. കൊല്ലുകയാണെങ്കിൽ 11 ഗോത്രത്തിനും ആ രക്തത്തിൽ പങ്കുണ്ട്. അപ്പോൾ അവർ സുരക്ഷിതരായി ആ ഗോത്രങ്ങളിൽ നിന്ന് എല്ലാവർക്കും. പക്ഷേ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. അലി റളിയല്ലാഹു അൻഹുവിനെ കട്ടിൽ കിടത്തുന്നു. അലി റളിയല്ലാഹു അൻഹുവിന് കൊടുക്കേണ്ട വസിയത്തുകളൊക്കെ കൊടുക്കുന്നു. അവരെ തന്നെ അമാനത്ത് സ്വത്തുക്കളുണ്ട്, അതൊക്കെ തിരിച്ചേൽപ്പിച്ച് അലി നീ പോകാവൂ, ഇവിടുന്ന് പോരാവൂ എന്ന് പറഞ്ഞിട്ടൊക്കെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ കട്ടിൽ കിടത്തിയിട്ട് അവിടുന്ന് രാത്രി തന്നെ പോവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി പിന്നെ സൗർ ഗുഹയിലേക്കാണ് പോകുന്നത്. അവിടെയും സംരക്ഷണം. ശത്രുക്കൾ സൗർ ഗുഹയിൽ വന്നു. സൗർ ഗുഹയിൽ ആരെങ്കിലും ഉണ്ടോ? അവിടെ സൗർമല ഗുഹയിൽ പോയിട്ടില്ലേ? അവിടെ ശരിക്കും ഇങ്ങനെ കിടക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമിൽ പിന്നെ ഉള്ളിൽ ചെന്നാൽ കാണാൻ കഴിയും. പാറ അങ്ങനെയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ ഒരു ഇതേപോലെ ജനൽ പോലെ ഒരു സാധനം ഇങ്ങനെ നീളത്തിൽ കാണാൻ കഴിയും. അവിടെ അങ്ങോട്ടുള്ളത് പരന്ന ഒരു പാറയാണ്. അവിടെയാണ് ശത്രുക്കൾ. അവിടെ നിന്നാൽ എല്ലാ ഭാഗത്തേക്കും കാണാം. അവിടെ നിന്നിട്ടാണ് അവരിങ്ങനെ നോക്കുകയാണ് റസൂലും കൂട്ടർ എവിടുക്കാണ് രക്ഷപ്പെട്ടതെന്നുള്ളത്. അപ്പോൾ ഈ ഗുഹൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ആ നിൽക്കുന്ന ആൾക്കാരുടെ കാലിങ്ങനെ കാണാം. ആ കാലിലേക്ക് അവർ നോക്കിയാലോ ഗുഹൻ്റെ
ഉള്ളും കാണാം. അവിടുന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, റസൂലേ, അവരുടെ കീഴിലേക്ക് നോക്കിയാൽ നമ്മളെ കാണും. അവിടെ കണ്ണുകളെ നിയന്ത്രിക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. കീഴ്പോട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ കാണും. അപ്പോഴാണ് വലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ട്, നീ ദുഃഖിക്കേണ്ട അബൂബക്കർ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ കണ്ണുകളെ നിയന്ത്രിക്കുന്നവനായ പഠിച്ചവന് കീഴ്പോട്ട് നോക്കാൻ തോന്നി അവർക്ക് ഇല്ല. അവരെങ്ങനെ ചുറ്റുപാടും തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അള്ളാഹ് സംരക്ഷിച്ചു. ഇനി പിന്നാലെ കൂടി കേട്ടോ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോഴും അതാ 100 ഒട്ടകങ്ങളാണ് ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി സുറാഖത്ത് ബിനു മാലിക് പിന്നാലെ പോവുകയാണ്. റസൂലിനെ കണ്ടു, പിന്നാലെ ചെന്നു. റസൂലിനോട് അടുത്ത സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ കുതിര ഇവിടെ കാലുകൾ മണലിൽ ആണ്ടുപോകുന്നു. അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പോഴാണ് വിളിച്ചത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുറാഖ, നിനക്ക് അഭയം നൽകാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള വിവരം ആർക്കും നീ പറഞ്ഞു കൊടുക്കരുത്. ഞങ്ങളെ പറ്റിയുള്ള വിവരം പറയരുത്, എന്നാൽ നിനക്ക് രക്ഷപ്പെടാം. ഇല്ല, താങ്കളെക്കുറിച്ചുള്ള ഒരു വിവരവും ആരോടും ഞാൻ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുറാഖാൻ്റെ കുതിരൻ്റെ കാല് എന്ത് ചെയ്തത്? മണലിൽ നിന്ന് പൊങ്ങി അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ കഴിഞ്ഞത്. ആര് സംരക്ഷിച്ചു? ആരെ സംരക്ഷിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു. ഇങ്ങനെ ഓരോരോ ചരിത്രം, ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കൂ. അതാണ് വമാ യളുറൂനക മിൻ ഷൈ, പ്രവാചകരെ നിനക്ക് ഒരു ഉപദ്രവവും അവർ വരുത്തുകയില്ല. പ്രവാചകന് അങ്ങനെ ഉപദ്രവം വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് ദൗത്യം പൂർത്തീകരിക്കണമെന്നാണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ ദൗത്യം പൂർത്തീകരിക്കുന്നത് വരെ പ്രവാചകൻ ഈ ഭൂമിയിലുണ്ടാകും. ആ സംരക്ഷണം ആര് കൊടുത്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല. പിന്നെയും ശത്രുക്കളുടെ ആക്രമണമൊക്കെ മദീനയിലെത്തിയിട്ട് ശത്രുക്കളുടെ ഇങ്ങനെ ഭീഷണിയൊക്കെ ഉണ്ടായപ്പോൾ പ്രവാചകൻ്റെ വീടിന് കാവൽ നിന്നിരുന്നു. വിശുദ്ധ ഖുർആനിലെ വല്ലാഹു യഅസിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും എന്ന ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം പഠിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോയിക്കോളിയാണ്, ഞാൻ തന്നെ മതി. അതിൻ്റെ സഹാബത്തിൻ്റെ നിർബന്ധം കൊണ്ടാണ് റസൂൽ അവിടെ വീട്ടിലൊക്കെ കാവൽ ഒക്കെ ഞങ്ങൾ നിൽക്കാം, ഞങ്ങൾ സംരക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞു കിട്ടിയത്. അവിടെ നിന്ന് പറഞ്ഞയച്ചു. എന്നിട്ട് ഇങ്ങനെയുള്ള പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജൂതനായ ഒരാൾ കേട്ടോ, പ്രവാചകന് ജൂതനായ ഒരാൾ സിഹിർ ചെയ്ത് അത് ആർക്ക് ഫലിച്ചിട്ടുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫലിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഈ ഖുർആനൊക്കെ ഓതുന്ന ആളുകൾ നമ്മൾ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ നോക്കൂ നിങ്ങൾ, എന്ത് ഉപദ്രവത്തിൽ നിന്നും ആര് അള്ളാഹുവിൻ്റെ റസൂലിനെ കാത്തുരക്ഷിക്കും? അള്ളാഹു രക്ഷിക്കും എന്ന് അള്ളാഹു അവൻ്റെ വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അത് വിശ്വസിക്കാൻ അപ്പം നമുക്ക് അധികം ആൾക്കാർക്കും പ്രയാസമുള്ളത്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഖുർആൻ തന്നെ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ. നോക്കൂ, വഅൻസലല്ലാഹു അലൈക്കുമുൽ കിതാബ വൽ ഹിക്മ, പ്രവാചകരെ താങ്കൾക്ക് അല്ലാഹു കിതാബും ഹിക്മത്തും വേദഗ്രന്ഥവും തത്വജ്ഞാനവും ഇറക്കി തന്നിരിക്കുന്നു. വഅല്ലമക മാ ലം തകുൻ തഅലം, താങ്കൾക്കറിയാത്തതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പഠിപ്പിച്ചു തരികയും ചെയ്തിരിക്കുന്നു. വഅല്ലമക മാ ലം തകുൻ തഅലം, നിങ്ങൾക്കറിയാത്തതെല്ലാം അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രവാചകൻ ഏതെങ്കിലും ഒരു സ്കൂളിലോ മദ്രസയിലോ കോളേജിലോ പോയി പഠിച്ചിട്ടുണ്ടോ? നിരക്ഷരനാണ്. അപ്പോൾ ആദ്യത്തിലായിരുന്നു നിരക്ഷരത, പിന്നൊക്കെ നബി പഠിച്ചു കാണും, അങ്ങനെ ഉണ്ടോ? ഇല്ല. പ്രവാചകൻ്റെ ഈ നിരക്ഷരതയാകുന്നു പ്രവാചകനുള്ള ഏറ്റവും വലിയ യോഗ്യത. അക്ഷരജ്ഞാനമില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ അത്ഭുതകരമായ ലോകത്തെ അതിശയിപ്പിച്ച
ഈ വേദഗ്രന്ഥം നമുക്ക് പഠിപ്പിച്ചു തരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രവാചകൻ്റെ യോഗ്യത. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വലത്തെ കൈ കൊണ്ട് എഴുതിയിട്ടെന്നല്ല, നിങ്ങൾക്കൊരു കാര്യവും വായിക്കാനും അറിയില്ല. നബി കാര്യങ്ങളൊക്കെ എഴുതിപ്പിക്കാൻ കുത്താബുൽ വഹി എഴുതി വെക്കുന്ന എഴുത്തുകാർക്കുണ്ടായിരുന്നു? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. കത്ത് എഴുതുകയാണെങ്കിൽ വാചകങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. ഹുദൈബിയയിലെ ഉടമ്പടിയിലെ ഓരോ കാര്യങ്ങളും റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു അത് എഴുതുകയുമാണ് ചെയ്തിരുന്നത്. എന്നാലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാത്ത എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന ഏറ്റവും വലിയ പണ്ഡിതനും ലോകൈക ഗുരുവുമാണ് ആര്? റസൂലുള്ളാഹ്. അപ്പോൾ കിതാബിൽ നിന്ന് ഇസ്ലാമിൻ്റെ ശരീഅത്തിനെ കുറിച്ച്, അതിൻ്റെ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു. ഹിക്മത്ത്, അതിൻ്റെ വിശദീകരണങ്ങൾ. കാരണം ഈ ഖുർആനിൻ്റെ ആയത്തുകളെ വിശദീകരിക്കാൻ വേണ്ടിയാണ് പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്. അതും വകാന ഫളിലുല്ലാഹി അലൈക അലീമാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് നൽകിയ അനുഗ്രഹം അത് അലീമാ, മഹത്തരമാകുന്നു. അങ്ങനെ അല്ലാഹുവിൻ്റെ അലീമായ ഫളിൽ കിട്ടിയ ആൾ കൂടിയാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള പ്രവാചകനെ ഉപദ്രവിക്കാനോ എന്തെങ്കിലും പോറലേൽപ്പിക്കാനോ ആർക്കും കഴിയില്ല എന്ന കാര്യമാണ് ഈ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആ ആയത്തൊന്നുകൂടി നമ്മൾ ഓതി നോക്കുക. വലൗലാ ഫളലുല്ലാഹി അലൈക വറഹ്മതുഹു ലഹമ്മത് ത്വായിഫത്തും മിൻഹും അൻ യുളില്ലൂക വമാ യുളില്ലൂന ഇല്ലാ അൻഫുസഹും വമാ യദുറൂനക മിൻ ശൈഇ വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما. ഖുർആനിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകൾ റഹ്മാനായ റബ്ബ് അവൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് പുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക്, ഇവിടെ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും സീനിയർ പഠിതാവാണ് നമ്മളെ ഔറാക്ക, മുന്നത്തെ ബെഞ്ചിൽ തന്നെ ഇരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ചില ശാരീരികമായ അസുഖങ്ങൾ ഉണ്ട് എന്ന് പ്രത്യേകം ദുആ ചെയ്യാനും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സഹോദരൻ, നമ്മുടെ ഏറ്റവും മുതിർന്ന കാരണവരായ ഔറാൻ സാഹിബിൻ്റെ രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു രോഗവും ബാക്കിയാകാത്ത വിധത്തിലുള്ള പരിപൂർണ ശിഫയും ശമനവും സൗഖ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഖുർആൻ പഠന ക്ലാസ്സിൽ ആരോഗ്യത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന് പങ്കെടുക്കാനുള്ള തൗഫീഖ് ഇനിയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ കൂട്ടത്തിലെ രോഗികൾക്ക് അല്ലാഹു ഇതുപോലെയുള്ള ശമനം നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.